പുത്രനായ ദൈവം തൻ്റെ ശരീരവും രക്തവും ദൈവത്തിന് അർപ്പിച്ചത് സ്വർഗത്തിലേക്ക് ഭൂമിയിലേക്ക് ലോകരെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നതും ഈ വിശുദ്ധ കുർബാനയായി മാറാനാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുക. അന്നു മുതൽ ഇന്ന് വരെ മാനവർക്ക് സ്വർഗം കാണാനുള്ള വേദിയാ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന. ഈ ആൾത്താര നമുക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയാ ഈ വിശുദ്ധ കുർബാന. ഭൂമിയിലെ സ്വർഗമാണ് ഈ വിശുദ്ധ ബലിപീഠം. ഈ ലോകത്തിലുള്ളതും ഇന്ന് വരെ ചെയ്തതും ഇനി വരാനിരിക്കുന്നതും എല്ലാവരും കൂടി ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ നന്മകളും കൂട്ടിച്ചേർത്താലും ഒരു ബലിയർപ്പണത്തിന്റെ യോഗ്യതയാവുകയില്ല. എല്ലാ നന്മകളും കൂട്ടിച്ചേർത്താലും ഒരു ബലിയർപ്പണത്തിന്റെ യോഗ്യതയാകില്ല. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരു സ്വർഗ ദർശനം കാണുന്നില്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ ആത്മീയമായ ഉൾക്കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തിമിരം ബാധിച്ചു കഴിഞ്ഞു. ക്രിസ്തുനാഥൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. മറന്നു പോകൽ ഏറ്റവും വലിയ അത്ഭുതം കാണാൻ നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്കാണ് ഓടേണ്ടത്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ആദിപിതാക്കന്മാരായിട്ടുള്ള ആദത്തിന്റെയും ഹവ്വായുടെയും അനുസരണക്കേട് പോലും നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിന്റെ ജീവിതം മനുഷ്യർക്ക് തിരിച്ചു നൽകാൻ ക്രിസ്തുനാഥൻ നൽകിയത് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും. ഈ വിശുദ്ധ കുർബാന ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അഭിഷേകത്തിന്റെ വലിയ ശക്തിയാണ്. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ആദി മാതാപിതാക്കളുടെ പാപത്തിൽ നഷ്ടപ്പെട്ട സ്വർഗീയ ജീവൻ ബലിയർപ്പണത്തിൽ തിരിച്ചു കിട്ടുക. ഈ ബലിയർപ്പണത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമെല്ലാം അവിടുത്തെ ദൈവ മക്കളായിട്ട് ഉയർത്തപ്പെട്ട് സ്വർഗത്തിന് അവകാശികളായിട്ട് മാറണം. വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ സ്വർഗം പോകുന്നത്. സ്വർഗം സ്വന്തമാക്കുന്ന വേദിയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന. സ്വർഗം സ്വന്തമാക്കുന്ന വിശുദ്ധമായിട്ടുള്ള വേദി, സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന വേദി, നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്താനുള്ള ഏറ്റവും വലിയ മാർഗം വിശുദ്ധ കുർബാന. തനിക്കിഷ്ടപ്പെട്ടവരെ അടുത്ത് വിളിച്ച് സ്നേഹത്തോടുകൂടി അവിടുന്ന് നൽകുന്ന സ്വർഗീയ വിരുന്ന വിശുദ്ധ കുർബാന. യേശുവാകുന്ന ബലിവസ്തു പിതാവായ ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. തൻ്റെ പുത്രനെ നമുക്ക് നൽകത്തക്ക വിധം ലോകത്തെ ദൈവം അത്ര അധികമായിട്ട് സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നില്ലേ? ആ ദൈവമായ വിശുദ്ധ കുർബാനയില്, ആ ദൈവം തന്നെ ആ വിശുദ്ധ കുർബാനയിൽ ലോകം നശിച്ചു പോകാതിരിക്കാൻ മാനവരക്ഷയ്ക്ക് വേണ്ടി തമ്പുരാൻ തന്നിട്ട് പോയത് ആ വിശുദ്ധ കുർബാന. എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എന്നുള്ള ചോദ്യം മനുഷ്യകുലത്തെ എന്നും അലട്ടിയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കരുതി മിക്കായുടെ പ്രവചനത്തില് 6-ാമത്തെ അധ്യായത്തില് 6 മുതൽ 7 വരെയുള്ള തിരുവചനത്തില് കർത്താവിന്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടതെന്ന് മിക്ക പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. ദഹന ബലിക്ക് ഒരു വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ആയിരക്കണക്കിന് മുട്ടാളുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദിജാതനെ ഞാൻ നൽകണമോ? ആത്മാവിന്റെ പാപത്തിന് പകരമായി ശരീരത്തിന്റെ ഫലം ഞാൻ കാഴ്ചവെക്കണമോ? മിക്കായുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 6-7 തിരുവചനങ്ങളാണ് ഇത് വായിക്കുന്നത്. മൃഗബലിയും ധാന്യബലിയും നരബലിയും ആത്മബലിയുടെയും എല്ലാ മതങ്ങളുടെ ചരിത്രത്തിൽ മനുഷ്യൻ നൽകിയ ഉത്തരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്. എന്നാൽ യേശുവിൻ്റെ ജീവിതമാകുന്ന ബലിയാണ് ദൈവം നൽകുന്ന ഉത്തരം. ദൈവം നൽകുന്ന ഉത്തരമാണ് വിശുദ്ധ കുർബാന. യേശുവാകുന്ന ബലി. യേശു തന്നെ ശൂന്യനാക്കി അനുസരണമുള്ളവനായി തീർന്നു. അതും മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 7-8 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ബലി എന്ന് പറയുന്നത് ബലിയുടെ ഈ ജീവിതമാണ്. അതിൻ്റെ കാതലാണ് പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിവർത്തിച്ചുള്ള ജീവിതം. പിതാവിനോടുള്ള അനുസരണയും വിധേയത്വവും. അനുസരണക്കേട് മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തൻ്റെ അനുസരണം മൂലം ദൈവത്തിലേക്ക് യേശു അടുപ്പിച്ചു. അങ്ങനെയാണ് യേശുവിൻ്റെ ബലിജീവിതം മനുഷ്യർക്ക് രക്ഷാകരമായി തീർന്നത്. വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യബലി പങ്കെടുക്കുന്നവർ യേശുവിൻ്റെ ഈ ജീവിത ബലിയുടെ അന്തസത്ത സ്വന്തമാക്കണം. വിശുദ്ധ കുർബാനയായിട്ട് മാറാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതിന് ഒരു അർത്ഥവുമില്ല. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ കാണുന്നത്.